കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിക്കെതിരെ പോലീസ് കേസ്. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെറിലിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതുൾപ്പെടെ 4 കേസുകൾ നിലവിലുണ്ട്. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നു. ബൈജു, ഈ സ്നേഹ മെറിലിനെ കുറിച്ച് ഇതാദ്യമായിട്ടല്ല നമ്മൾ കേൾക്കുന്നത്. ഇതിനു മുൻപ് സഹോദരങ്ങളായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പീഡിപ്പിച്ച കേസിൽ പ്രതി, മറ്റൊരു പ്രാദേശിക രാഷ്ട്രീയ നേതാവിനെ ആക്രമിച്ച കേസിലെ പ്രതി, ഏറ്റവും ഒടുവിലാണ് ഇത്തരമൊരു സംഭവം പുറത്തു വരുന്നത്. ഒരു 16-കാരിയെ പീഡിപ്പിച്ച കേസ്. ഇതെങ്ങനെയാണ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ ഇവർ എത്തുന്നത്? വീട്ടിൽ വെച്ചാണ് ഈ പീഡനം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ കുടുംബവുമായി വളരെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണോ സ്നേഹ? അതിൻ്റെ മറവിലാണോ, ആ കുടുംബവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണോ, മറവിലാണോ ഇത്തരമൊരു ലൈംഗിക ചൂഷണം നടന്നത്? അതെ ടോമെ, പീഡനത്തിനിരയായ 16 വയസ്സുകാരുടെ മാതാവിന്റെ സുഹൃത്താണ് ഈ സ്നേഹ മെർലിൻ എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ അവരുടെ പരിചയത്തിന്റെ ഒരു പുറത്താണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നതും വീട്ടിൽ വന്നതിന് ശേഷം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ 16 വയസ്സുകാരിയെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ സ്നേഹയെ കുറിച്ച് നമ്മൾ ടോം സൂചിപ്പിച്ചതുപോലെ ഇത് ആദ്യമായല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വർഷം ജനുവരിയിൽ സമാനമായ കേസ്, അത് സമാനമെന്ന് പറയാമെങ്കിൽ ഇതിലും കുറച്ചുകൂടി കൂടുതൽ ഗൗരവമുള്ള കേസാണ്. അതായത് 2 സഹോദരൻ എന്നല്ല, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പീഡിപ്പിച്ച കേസിലെ പ്രതി. അതായത് 12 വയസ്സുള്ള പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇവരുടെ ബാഗിൽ നിന്നും സ്കൂൾ അധികൃതർ ഇത്തരത്തിൽ സംശയാസ്പദമായ ഒരു മൊബൈലും അതോടൊപ്പം മൊബൈലിൽ കുറെ ചിത്രങ്ങളും കാണുന്നു. അങ്ങനെ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് ഈ സ്നേഹ മെർലിൻ ഈ കുട്ടിയെ പീഡിപ്പിച്ച വിവരം അറിയുന്നതും പിന്നീട് സ്നേഹ മെർലിനെ ചോദ്യം ചെയ്തതോടുകൂടി ഈ കുട്ടിയുടെ 15 വയസ്സുള്ള സഹോദരനെയും ഇത്തരത്തിൽ ലൈംഗികത്തിന് ഇരയാക്കിയെന്ന കാര്യം പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെ ആ കേസിൽ അന്വേഷണം നടത്തുന്നതിനിടയിൽ നേരത്തെ ഒരു ആൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിച്ച കേസിൽ കൂടി പ്രതിയാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിലേക്ക് വന്നാൽ മേൽപ്പറമ്പ് പോലീസ് ഇത് സംബന്ധിച്ച് ഈ കുട്ടി ഈ പീഡനത്തിനിരയായ കുട്ടി ഈ ഭയം കൊണ്ട് ഈ കാര്യം പുറത്തു പറഞ്ഞിരുന്നില്ല. അങ്ങനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഈ കുട്ടിയെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ വിവരം, ഈ സ്നേഹ വീട്ടിലേക്ക് എത്തിയ കാര്യവും ഈ ഇത്തരത്തിൽ പീഡനത്തിനിരയാക്കിയ കാര്യമൊക്കെ പുറത്തു വരുന്നത്.